Hi dear friends, Assalamualaikum. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഓരോ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ്ങും കൂടെ കാണിക്കുകയാണ്. ഇനി ഒരു സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വ്ലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം ട്ടോ. അപ്പോൾ ഇത് അന്ന് ഞാൻ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും ഷൂട്ട് ചെയ്യാത്ത കാരണം വേറൊരു മെറ്റീരിയലിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്രേപ്പിൻ്റെ ഈ ഒരു പ്രിൻ്റുള്ള മെറ്റീരിയലിന് വെറും 60 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ ചൂടുകാലത്തൊന്നും ഇടാൻ പറ്റിയതല്ല കേട്ടോ. തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ ഒരു തുണിയാണ്. ഇപ്പോൾ ഈ ഒരു ചൂടത്ത് എന്തൊരു ഡ്രസ്സിനും ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ തുണി ഇങ്ങനെ 4 ആക്കി മടക്കുക. സാധാരണ നമ്മൾ മടക്കി വെക്കുന്ന പോലെ തന്നെ 4 ആക്കി മടക്കി വെക്കുകയാണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കഴുത്തും കാര്യങ്ങളും ഒക്കെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഈ ഒരു ഓപ്പൺ ഉള്ള ഭാഗത്താണ് നമ്മൾ കഴുത്തും കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് ഞെറിവിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇവിടെ ഇടണം. അത് മാത്രമുള്ളത് സാധാരണ ഡ്രസ്സിൽ നിന്നും കട്ടിങ്ങിനും വ്യത്യസ്തം. ഒരു 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഇട്ട് വെക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഷോൾഡറിനുള്ളതും നെഞ്ഞളവും ഒക്കെ അടയാളപ്പെടുത്തുന്നത്. അതായത് 7 ഇഞ്ചാണ് ഷോൾഡർ ഉള്ളത്. ഇത് ആ 5ഉം കൂട്ടിയിട്ട് 5ഉം 7ഉം 12 ആണ് ഷോൾഡർ അടയാളപ്പെടുത്തിയത്. സാധാരണ പോലെ താഴേക്ക് ഒരു 7 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ നെഞ്ഞളവാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു 5 പ്ലസ് കൂട്ടിയിട്ട് വേണം നമ്മൾ നെഞ്ഞളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ 21 ആണ്. അപ്പോൾ 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 പ്ലസ് 5 പ്ലസ് തയ്യൽ തുമ്പ്, അങ്ങനെയാണ് ഞാൻ നെഞ്ഞളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 5 ഇഞ്ച് ഇങ്ങനെ വിട്ടു. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് 7 ഇഞ്ച് 5ഉം 7ഉം 12 ഷോൾഡർ അടയാളപ്പെടുത്തി താഴേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ നെഞ്ഞളവ് ഞാൻ 17 ആണ് എടുത്തിട്ടുള്ളത്. അതായത് 10.5 ഇഞ്ച് പിന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് പിന്നെ ഈ ഒരു 5, അങ്ങനെ ടോട്ടൽ 17 ഇഞ്ച് ഞാൻ നെഞ്ഞളവ് ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കർവായിട്ട് കൈക്കുഴി വരച്ചു കൊടുത്തു. ഇനി കഴുത്ത് വരക്കുന്നത് ഞാൻ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച്, അങ്ങനെയാണ് ഞാൻ കഴുത്ത് അടയാളപ്പെടുത്തിയത്. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. പിന്നെ അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നീളത്തിലുള്ള വലിയൊരു കഴുത്തായിരിക്കും. കാരണം ഈ ഒരു 5 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ ചുളുക്കിയിട്ട് ചെറിയൊരു കഴുത്താക്കി മാറ്റുകയാണ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം. ഇതിൻ്റെ ലെങ്ത് 52 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷേപ്പ് വരച്ച് കൊണ്ടുവരാം. നല്ല ഷേപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് കുറച്ചൊരു വീതിയിൽ കിടക്കുന്ന ഒരു ഡ്രസ്സാണല്ലോ ഇത്. നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രമായിട്ടുള്ളത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണല്ലോ. പിന്നെ ഇപ്പോൾ ഇതൊരു ഡ്രസ്സ് വെച്ചിട്ട് അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡ്രസ്സ് ഈ ഒരു 5 ഇഞ്ചിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മളെ ഡ്രസ്സ് കറക്റ്റാക്കി വെക്കുക. 5 ഇഞ്ചിൻ്റെ പുറത്ത് കറക്റ്റാക്കിയിട്ട് ഈ ഡ്രസ്സ് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ കൈക്കുഴി എവിടെയാണോ വന്നിട്ടുള്ളത്, ഷേപ്പ് എവിടെയാണോ വന്നിട്ടുള്ളത്, അതൊക്കെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു കൈക്കുഴിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെ മാത്രമേ ഒന്ന് ഷേപ്പ് കൊടുക്കണം. ബാക്കിയൊക്കെ ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ കുറച്ച് ഷേപ്പേ കൊടുക്കണുള്ളൂ കേട്ടോ. നമുക്ക് ഫ്രണ്ട് കഴുത്ത് 4 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഞാനൊരു 2.5 ഇഞ്ചൊക്കെ ഉള്ളൂ ഇറക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിലും ഇതുപോലെ തന്നെ കഴുത്തിന് ഞെറിവിട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴുത്തും കൈക്കുഴിയും ഇറക്കവും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് കഴുത്തിന് ഫേസ് വെക്കണം. അതായത് നീളത്തിലുള്ള ഒരു പീസ് കൊണ്ട് തന്നെ വലിയ വട്ടൊന്നും ഇല്ലാത്ത കഴുത്താണ്. നീളത്തിലുള്ള ഒരു പീസ് വെച്ചിട്ടാണ് കഴുത്ത് മറിച്ചടിച്ചത്. പിന്നെ അതുപോലെ അരയിൽ കെട്ടാനുള്ള വള്ളി ആ ഒരു വേസ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബാലൻസ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ കൈ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിഭാഗം ഇങ്ങനെ വരിക കാരണം നമുക്ക് കൈ അടിക്കാൻ നല്ലൊരു പീസായിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇത് ആ ഒരു പീസിനെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 18 ഇഞ്ച് ഉണ്ട്. എനിക്ക് കയ്യിറക്കം ഞാനൊരു 15 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പട്ടയം വരും. താഴേക്കൊരു 4 അടയാളപ്പെടുത്തിയിട്ട് അതിങ്ങനെ വളച്ചു കൊടുന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലീറ്റ് ഉള്ള കാരണം കൈൻ്റെ അറ്റത്തെ വീതി ഒന്നും കുറച്ചിട്ടില്ല കേട്ടോ.
പിന്നെ ഈ ഒരു ബാലൻസ് വന്നതുകൊണ്ട് കൈയിൻ്റെ പട്ടയ്ക്കും എടുക്കാം. അപ്പോൾ ഒരു 6 ഇഞ്ച് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കൈയിൻ്റെ അറ്റത്തെ വണ്ണം ഒരു 6 ഇഞ്ച് 5 ഇഞ്ചൊക്കെ അല്ലേ വരുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു ബാലൻസ് മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ കഴുത്തിനൊക്കെ ഫേസ് വെക്കുന്നതും അരയിലേക്കുള്ള വള്ളി വെക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതാ നമ്മുടെ കഴുത്ത്, ഇത് അത്ര വലിയൊരു കഴുത്താണ്. ഇതിന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇട്ടിട്ട് ഇതിനെ ചെറുതാക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഒരു കണക്ക് പ്രകാരം, അതായത് ഒരു ഏകദേശം ഒരു കുഞ്ഞു ഞെറിവുകൾ ഇട്ടിട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ല കുറച്ചും കൂടി വലുപ്പം കുറക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് ഞെറിവൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാനൊരു പെൻസിലിൻ്റെ തുമ്പ് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിൽ ഒരു ഞെറിവ്, ഒരു സ്റ്റിച്ചിൽ ഒരു ഞെറിവ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു 1/4 ഇഞ്ചിൻ്റെ കുഞ്ഞു ഞെറിവുകൾ. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വലുപ്പം തോന്നി. ഞാൻ വീണ്ടും ഒന്നും കൂടി ഒരു കുഞ്ഞു ഞെറിവ് കൊടുത്തു. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്ത് വലുപ്പം കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കഴുത്ത് പാകമായിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് കഴുത്തും ഈ ഒരു ഫ്രണ്ട് കഴുത്തും ഒരു ഷോൾഡർ മാത്രം യോജിപ്പിക്കണം. പിന്നെ ഈ ഒരു കഴുത്തിന്റെ ഫേസ് വെച്ച് മടക്കി അടിക്കണം. ഇപ്പോൾ ഷോൾഡറിന്റെ ഒരു ഭാഗം ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഭാഗം യോജിപ്പിച്ചിട്ടില്ല. കഴുത്തിന് ഇനി ഫേസ് ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ സൈഡിൽ നിന്ന് കിട്ടിയ ആ ഒരു ജസ്റ്റ് കുറച്ചൊക്കെ ഒരു വളഞ്ഞൊരു പീസാണ്. ആ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കഴുത്തിന് ചുറ്റും ഫേസ് അടിക്കുന്നത്. നല്ല വളവില്ലാത്തൊരു കഴുത്താണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലുള്ളൊരു കഴുത്താകൊണ്ട് അധികം ക്രോസ് പീസിന്റെ ആവശ്യമൊന്നുമില്ല. ചെറിയൊരു വളവുണ്ട്. കറക്റ്റ് സ്ട്രൈറ്റ് പീസ് അല്ലായിരുന്നു കേട്ടോ. സൈഡിൽ നിന്ന് കട്ട് ചെയ്തുമ്പോൾ നമുക്ക് ബാലൻസ് ഒക്കെ കിട്ടൂലേ, അങ്ങനത്തെ ഒരു പീസാണേ. അപ്പോൾ ഞാനൊരു സ്റ്റിച്ച് അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെയാണ് ഞാൻ ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് മടക്കിയിട്ട് ഒരു കുഞ്ഞു മടക്കും കൂടെ മടക്കിയിട്ട് പുറത്ത് കൂടെ ഇങ്ങനെ തയ്ക്കുകയാണ് ചെയ്തത്. ചെറിയ അറിയാത്ത രീതിയിൽ തയ്ച്ചിട്ട് ഒരു പൈപ്പിംഗ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം കൂടി ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ കഴുത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. തന്നെ നമുക്ക് വള്ളി ഇട്ടിട്ട് ടൈറ്റ് ആക്കാൻ പറ്റുന്ന വിധത്തിലും എലാസ്റ്റിക് ഇട്ടിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കൈൻ്റെ അറ്റത്ത് വെക്കാനുള്ള പട്ട റെഡിയാക്കുകയാണ്. പിന്നെ ഈ ഒരു സെൻറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. പട്ടക്കും കൈയിൻ്റെ അടിഭാഗത്തിന് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു സെൻറ്റർ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ പ്ലീറ്റ് ആക്കിയിട്ട് അതിലേക്ക് ഉൾക്കൊള്ളിക്കുക. ഓക്കെ, കൈ ഇതെങ്ങനെയാണ് ഈ ഒരു പട്ട വെക്കുക. എന്നിട്ട് നമ്മളതിൽ പ്ലീറ്റ് ആക്കി തയ്ച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു കയ്യിൽ പഫോട് കൂടിയിട്ടുള്ള പട്ടൊക്കെ വെച്ചിട്ടുള്ള കൈ റെഡിയാവും. അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമില്ലാത്ത കുറേ കൂട്ടുകാരുണ്ട്, സ്റ്റിച്ചിങ് അറിയാത്ത കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു ബോറടി ആയിരിക്കും ഇത്. പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇത് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇപ്പം ഇതിന് വേണ്ടി വേറൊരു ചാനൽ തുടങ്ങണം എന്നൊക്കെ വേറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കെല്ലാതും എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ആക്കിയിട്ട് അത് നന്നായിട്ട് കൊണ്ടുപോകും, അതാണ് എൻ്റെ ഒരു ഇഷ്ടം. ഇൻഷാ അല്ലാഹ് നോക്കണം. ഇനി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ കൈയൊക്കെ അടിച്ചിട്ട് കൈ രണ്ടും ഫിറ്റ് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. കൈയിൻ്റെ അറ്റത്തെ ഷേപ്പും ചെസ്റ്റിൻ്റെ അവിടെ നന്നായി ഷേപ്പ് ചെയ്തിട്ട് ബാക്കി നീളത്തിൽ അങ്ങോട്ട് തയ്ക്കുക. പിന്നെ അടിയിലും മടക്കി അടിക്കുക. വള്ളി ഞാൻ എവിടെയും ഉറപ്പിച്ചിട്ടില്ല, ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കെട്ടാം. ചിലപ്പം കുറച്ച് മുകളിൽ കയറ്റി കെട്ടുമ്പോഴായിരിക്കും ഭംഗി, ചിലപ്പം കുറച്ച് ഇറക്കി കെട്ടുമ്പോഴായിരിക്കും ഭംഗി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എവിടെയും ഉറപ്പിച്ചിട്ടില്ല. കാരണം ആ ഒരു ഭാഗങ്ങളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, അതാണ് അതൊന്നും കാണിക്കാൻ കേട്ടോ, സോറി. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം വെട്ടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞെറിവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ അടുത്തതും ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ വീഡിയോകളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.